നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയെങ്കിലും മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഏകദിനത്തിൽ ടീമിന്റെ പുതിയ നായകസ്ഥാനത്തേക്ക് ശ്രേയസാണ് ഫേവറിറ്റ് എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട്. യുവ സൂപ്പർ താരവും അടുത്തിടെ ടെസ്റ്റ് ക്യാപ്റ്റനുമായ ശുഭ്മൻ ഗില്ലിന്റെ പേരായിരുന്നു നേരത്തെ ഈ റോളിൽ ഉയർന്നു കേട്ടത്. ഇതിനിടെയാണ് വൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഗില്ലല്ല, മറിച്ച് ശ്രേയസാണ് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി വരികയെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. രോഹിത് ശർമ്മയ്ക്ക് പകരം ശ്രേയസ് അയ്യരെ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ BCCI തീരുമാനിച്ചു കഴിഞ്ഞതായി ദൈനിക് ജാഗ്രാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ബോർഡുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളാണ് അവരോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ രോഹിത് കളിക്കുന്നുള്ളൂ. 2027 അടുത്ത ഏകദിന ലോകകപ്പിൽ കൂടി കളിച്ചതിനുശേഷം വിരമിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. ഇക്കാര്യം ഹിറ്റ്മാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അടുത്ത ലോകകപ്പ് വരെ രോഹിത്തിനെ ഏകദിന ക്യാപ്റ്റനായി നിലനിർത്താൻ BCCIക്ക് താൽപര്യമില്ല. ഇതേ തുടർന്നാണ് ശ്രേയസിനെ ഈ റോളിൽ വളർത്തിയെടുക്കാൻ അവർ ആലോചിക്കുന്നത്. ഈ വർഷം നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ശുഭ്മൻ ഗില്ലിനെ ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കിയത് അപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ചായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കവേ എല്ലാ ഫോർമാറ്റിലും ഒരേ താരം തന്നെ ടീമിനെ നയിക്കുകയെന്നത് അസാധ്യമായ കാര്യമാണ്.